പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഇന്നത്തെ സുവിശേഷത്തില് യേശു ക്രിസ്തു ശിഷ്യനെ ഉപമിക്കുന്നത് ഉപ്പിനോടാണ്. പ്രിയമുള്ളവരെ, ഉപ്പിന്റെ ഒരു സവിശേഷത നമുക്കറിയാം. അത് ഭക്ഷണ പദാർത്ഥങ്ങളെ ശുദ്ധീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 22-ാമത്തെ വാക്യത്തില് എലീശ പ്രവാചകൻ ഉപ്പ് ഉപയോഗിച്ച് ജലം ശുദ്ധീകരിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അത് ആയിരിക്കുന്നവിടം ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ക്രിസ്തു ശിഷ്യന്റെ പ്രധാനമായ കടമ എന്ന് പറയുന്നത്, യേശു പറയുന്നു, ഈ ലോകത്തിലെ തിന്മകൾക്കും സകല പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങൾക്കും നടുവിൽ ഈ ലോകത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ് ക്രിസ്തു ശിഷ്യൻ എന്ന്. ഇപ്രകാരം ഉറകെട്ടുപോയ ക്രിസ്തു ശിഷ്യരെ കുറിച്ച് ഈശോ പറയുന്നുണ്ട്. അവർ ഉറകെട്ടുപോയാൽ സഭയ്ക്കും സമൂഹത്തിനുമെല്ലാം വലിയ നഷ്ടമായി തീരുമെന്നും ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്നുണ്ട്. നമുക്ക് ചിന്തിക്കാം, നമ്മൾ എപ്രകാരമുള്ള ഉപ്പാണ് എന്ന്. ഉറകെട്ടുപോയതോ അതോ ദൈവത്തിനു വേണ്ടി ലോകത്തെ ശുദ്ധീകരിക്കുന്ന ഉറയുള്ള നല്ല ഉപ്പാണോ എന്ന്. ആമേൻ. നിൻ വഴിയേ നടക്ക